നമസ്കാരം. ചില ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ ട്രംപ് ഭരണകൂടം റദ്ദാക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളതോ ചില സുപ്രധാന മേഖലകളിൽ പഠനം നടത്തുന്നതോ ആയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ചില ചൈനീസ് വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കാനുള്ള നടപടികളുമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഹോംലാൻഡ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോവുകയാണെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രസ്താവനയിൽ റൂബിയോ പറഞ്ഞു. മാത്രമല്ല, ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും ഭാവിയിൽ വരുന്ന വിസ അപേക്ഷകളെല്ലാം തന്നെ കർക്കശമായി പരിശോധിക്കുന്നതിനായി വിസ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ കണക്കുകൾ പ്രകാരം 2023-2024 വിദ്യാഭ്യാസ വർഷത്തിൽ അമേരിക്കയിലെ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനമാണ് ചൈനയ്ക്കുള്ളത്. അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെ കർശനമായി പരിശോധിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. വിദേശ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തണമെന്ന് ബുധനാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് പറഞ്ഞു. അതിനിടെ വിദേശ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കുന്നത് ഭരണകൂടം കൂടുതൽ വിപുലമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നാടുകടത്തൽ നടപടിയും സ്റ്റുഡന്റ് വിസ റദ്ദാക്കലും വേഗത്തിലാക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ ഇമിഗ്രേഷൻ അജണ്ട നടപ്പിലാക്കുന്നതിനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടാണിത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച എല്ലാ US എംബസികളോടും സ്റ്റുഡന്റ് വിസ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഉടച്ചുവാർക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. വിദ്യാർത്ഥികളുടെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ പരിശോധിക്കുന്നത് വിപുലമാക്കിയതിനാൽ സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത് നിർത്തിവെക്കാനും റൂബിയോ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ പരിശോധനകൾ ഉടനടി തുടങ്ങാനും നിർദ്ദേശമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ എഡ്യൂക്കേഷന്റെ കണക്കുകൾ പ്രകാരം 2023-2024 വിദ്യാഭ്യാസ വർഷത്തിൽ 11 ലക്ഷം വിദേശ വിദ്യാർത്ഥികളാണ് അമേരിക്കയിൽ പഠനത്തിനെത്തിയത്. ഇവർ എല്ലാവരും കൂടി ട്യൂഷൻ ഫീസ്, താമസം, ദൈനംദിന ചെലവുകൾ എന്നിങ്ങനെയായി $43.8 ബില്യൺ അമേരിക്കൻ സമ്പദ്ഘടനയ്ക്ക് സംഭാവന ചെയ്തത്. ട്രംപിന്റെ ആദ്യ ഭരണത്തിലും ചൈനീസ് വിദ്യാർത്ഥികൾക്ക് മേൽ നടപടികളുണ്ടായിരുന്നു. ചൈനയും അമേരിക്കയും തമ്മിലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ബന്ധം അവസാനിപ്പിക്കാനും ശ്രമം നടത്തിയിരുന്നു. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന കാരണത്താലായിരുന്നു അത്. കഴിഞ്ഞ ഭരണകാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പ് 19 അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ചൈന, റഷ്യ എന്നിവ ഉൾപ്പെടെ ചില രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന പണത്തിന്റെ കണക്ക് പൂർണ്ണമായും രേഖപ്പെടുത്തിയിരുന്നില്ല എന്നും അന്ന് കണ്ടെത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിലിൽ കോളേജുകൾക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ടിങ്ങിനെ കുറിച്ച് വിശദ വിവരങ്ങൾ ലഭ്യമാക്കാൻ ട്രംപ് വിദ്യാഭ്യാസ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കാൻ ട്രംപ് സ്വീകരിച്ച നടപടി അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കിയേക്കാവുന്ന ഒന്ന് തന്നെയാണ്. വിദേശ വിദ്യാർത്ഥികൾക്കുള്ള വിസ ഇന്റർവ്യൂകൾ നിർത്തിവെക്കാനാണ് ട്രംപ് ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത്. FMJ വിസ അപേക്ഷകൾക്കുള്ള വിസ ഇന്റർവ്യൂകളെയായിരുന്നു ഈ നടപടി ബാധിക്കുക. സ്റ്റുഡന്റ് വിസ അപേക്ഷകർക്ക് അപ്പോയിന്റ്മെന്റുകൾ നൽകുന്നത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന നിർദ്ദേശമായിരുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉദ്യോഗസ്ഥർക്ക് നൽകിയത്. ഉടനടി ഈ നിർദ്ദേശം പ്രാബല്യത്തിൽ വരുമെന്നും ഇപ്പോൾ നൽകിയ അപ്പോയിന്റ്മെന്റുകളോ അല്ലാതെ ഒന്നുപോലും ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അധികമായി നൽകരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. ദേശീയ സുരക്ഷയെക്കുറിച്ചും ജൂതവിരുദ്ധത വർദ്ധിക്കുന്നതിലെ ആശങ്കയും ചൂണ്ടിക്കാട്ടിയായിരുന്നു വിദേശ വിദ്യാർത്ഥികളുടെ പ്രവേശനം കർശനമാക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി സ്വീകരിച്ച നിരവധി നടപടിക്രമങ്ങളിൽ ഏറ്റവും പുതിയതായിരുന്നു ഈ നീക്കം.